എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്. അതിനായിട്ട് നമുക്ക് കോളിഫ്ലവറൊക്കെ അടർത്തി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം, കാരണം ഇതിൽ പുഴുവൊക്കെ ഉണ്ടാവും, അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒരുമാതിരി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് മസാലക്കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കോളിഫ്ലവർ വറുത്തത്. അപ്പോൾ അത് ഏകദേശം ആയി വരുന്നുണ്ട്. നിങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നമുക്കും കൂടി പറഞ്ഞു തരണേ, നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇനി നമുക്കിതിനെ ഊറ്റിയെടുക്കാം കേട്ടോ. ഇത് ഊറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മളെ കോളിഫ്ലവറൊക്കെ നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ വേണ്ട മസാലകൾ: മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ഇത്രയും ആണ് പൊടികൾ വേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വിനാഗറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർക്കാം കേട്ടോ, വേണമെങ്കിൽ വിനാഗിരിക്ക് പകരം തൈര് ചേർക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനൊരു ചെറിയ ബാറ്ററായിട്ട് മിക്സ് ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ പൊരിക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. കുറച്ച് നേരം നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ അത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. തന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലായിരിക്കും ഇത് ഉണ്ടാക്കുന്നത് ടേസ്റ്റ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണേ. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറേശ്ശെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടിടണം. അത് കഴിഞ്ഞിട്ട് നമുക്കിട്ട ശേഷം നമുക്കൊന്ന് മീഡിയത്തിലാക്കാം കേട്ടോ ഫ്ലെയിം. നമുക്കിത് ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മളെ കോളിഫ്ലവർ ഒരു ഭാഗം നന്നായിട്ടായിട്ടുണ്ട്. നമ്മളതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ കോളിഫ്ലവർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും
ബായ്.